ലങ്കയിലെത്തുന്ന ഹനുമാൻ അശോകവനത്തിലെത്തി ചെറിയ രൂപം പൂണ്ട് ഒളിഞ്ഞിരിക്കുന്നതും സീതയെ കാണുന്നതും സീത ഹനുമാനെ സംശയിക്കുന്നതും അടയാളമോതിരം കാട്ടി ഹനുമാൻ സീതയെ ആശ്വസിപ്പിക്കുന്നതുമായ ഭാഗങ്ങൾ ഏറെ ഹൃദ്യമാണ്. ഹനുമാൻ സീതയ്ക്ക് പുത്രനായി മാറുന്നത് ഈ സംഭവത്തോടെയാണ്. അതിമനോഹരമായ ഈ രംഗമാണ് ഇനി മധുരമായി ആലപിക്കുന്നത്. കേൾക്കാം. ഉദകനിധി നടുവിൽ മരുവും ത്രികൂടാദ്രിമേൽ ഉല്ലംഘിതേബ്ധൗ പവനാത്മജന്മനി ജനക നരപതി വരമകൾക്കും ദശാസ്യനും ചമ്മേ വിരച്ചിതു വാമഭാഗം തുലോം ജനക നരപതി ദുഹിതൃവരനു ദക്ഷാംഗവും ജാതനെന്നാകിൽ വരും സുഖദുഃഖവും തദനു കപികുലപതി കടന്നിതു ലങ്കയിൽ താനതി സൂക്ഷ്മ ശരീരനായി രാത്രിയിൽ ഉദിതരവി കിരണരുചി പൂണ്ടൊരു ലങ്കയിലൊക്കെ തിരഞ്ഞാൻ ഒരേടമൊഴിയാതെ ദശവദനമണി നിലയമായിരിക്കും മമ ദേവിയിരിപ്പേടം എന്നോർത്തു മാരുതി കനകമണി നികര വിരചിത പുരിയിലെങ്ങുമേ കാണാഞ്ഞു ലങ്കാവചനമൂർത്തിയിടിനാൻ ഉടമയൊടു മസുരപുരി കനിവിനോടു ചൊല്ലിയോരുദ്യാനദേശി തിരഞ്ഞു തുടങ്ങിനാൻ ഉപവനവും അമൃത സമസലിലയുത വാപിയും ഉത്തുംഗ സൗധങ്ങളും ഗോപുരങ്ങളും സഹജസുത സജീവ ബലപതികൾ ഭവനങ്ങളും സൗവർണ സാലധ്വജ പതാകങ്ങളും ദശവദനമണിഭവന ശോഭ കാണും വിധൗ ദിക്പാലമന്ദിരം ധികൃതമായി വരും കനകമണിരചിത ഭവനങ്ങളിൽ എങ്ങുമേ കാണാഞ്ഞു പിന്നെയും നീളെ നോക്കും വിധൗ കുസുമചയ സുരഭിയൊടു പവനനതിഗൂഢമായി കൂടെ തടഞ്ഞു കൂട്ടിക്കൊണ്ടുപോയുടൻ ഉപവനവുമൊരു തരു പ്രവരങ്ങളും ഉന്നതമായുള്ള ശിംശപാവൃക്ഷവും അതിനികടം അഖില ജഗദീശ്വരി തന്നെയും ആശുകനാശു കാട്ടി കൊടുത്തിടിനാൻ മലിനതര ചികുരവസനം പൂണ്ടു ദീനയായി മൈഥിലി താൻ കൃഷഗാത്രിയായി എത്രയും ഭയവിവശമവനിയിലുരുണ്ടും സദാ ഹൃദി ഭർത്താവു തന്നെ നിനച്ചു നിനച്ചലം നയനജലം അനവരതമൊഴുകിയൊഴുകി പതിനാമത്തെ രാമരാമേതി ജപിക്കയും നിശിചരികൾ നടുവിൽ അഴലൊടു മരുവുമീശ്വരി നിത്യസ്വരൂപിണിയെ കണ്ടു മാരുതി വിടപിവരശിരസി നിബിഡച്ഛദാന്തർഗതൻ വിസ്മയം പൂണ്ടു മറഞ്ഞിരുന്നീടിനാൻ ദിവസകരകുലപതി രഘൂത്തമൻ തന്നുടെ ദേവിയാം സീതയെ കണ്ടു കപിവരൻ
കമലമകളഖില ജഗദീശ്വരി തന്നുടൽ കണ്ടേൻ. കൃതാർത്ഥോസ്മ്യഹം കൃതാർത്ഥോസ്മ്യഹം ദിവസകരകുലപതി രഘൂത്തമൻ കാര്യവും ദീനതയെന്നീ സാധിച്ചിരുന്നു ഞാൻ.